പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് കോക്കനട്ട് റൈസ്. പെർഫെക്റ്റ് ആയിട്ട് കോക്കനട്ട് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കോക്കനട്ട് റൈസ് എല്ലാവരും ഉണ്ടാക്കും, അത് പലരും പലതരത്തിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നല്ല എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോക്കനട്ട് റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അതായത് ബാസ്മതി റൈസ് ഞാനിത് 1 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം കൈമ റൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 ഗ്ലാസ് ബാസ്മതി റൈസ് നന്നായി 3-4 പ്രാവശ്യം കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വേണമെങ്കിലും കുതിർത്തി എടുത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇത് ഒരു തേങ്ങ, അതായത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു 4 ടീസ്പൂൺ കണ്ടോ, 4 ടീസ്പൂൺ തേങ്ങ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള ബാക്കിയുള്ള ഫുൾ തേങ്ങ ഇട്ടിട്ട് പാലെടുത്തിട്ടുള്ളതാണ്. അതായത് 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ 1.25 എന്നുള്ളത് 1.25 വേണമെങ്കിൽ ആവാം, പക്ഷേ കുറയാൻ പാടില്ല. അപ്പോൾ അതാണ് ഇത്. പിന്നെ ഇത് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമില്ല, പക്ഷേ ഇട്ടാൽ കുറച്ച് നല്ല ടേസ്റ്റാണ്, അത് കാരണം കൊണ്ട് ഞാൻ ഇടണം. ഒരു 2 പച്ചമുളക്, അത് നിർബന്ധമില്ല, പക്ഷേ ഞാൻ ഇടണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുഴുവനായിട്ട് ഇടേണ്ട നമ്മുടെ ഇത് പട്ട, അതായത് ചെറിയ 2 കഷ്ണം പട്ട. ഒരുപാടൊന്നും ആവരുത്, കാരണം ഇതിൻ്റെ ഒന്നും മണമല്ല ഇതിലേക്ക് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഇതിൽ നിൽക്കേണ്ടത് അറിയാലോ, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു 2 ചെറിയ കഷ്ണം ഇട്ടാൽ മതി. ഞാൻ അപ്പോൾ ഇത്ര എടുത്ത് വെച്ചു എന്ന് മാത്രം. പിന്നെ 2 കറിയാമ്പൂവ്, 2 ഏലക്കായ. പിന്നെ ഇനി വേണ്ട മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കശുവണ്ടി. ഇത് നമുക്ക് എന്താണെന്നറിയോ, ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ തന്നെ റൈസ് കൂടെ കുറച്ച് ഇടും വേണം, അതിനും കൂടി ഇതാണ്. അപ്പോൾ കുറച്ച് അധികം കശുവണ്ടി ഞാൻ ഇവിടെ എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം നെയ്യിൽ. പിന്നെ ഒരു 3-4 ടീസ്പൂണ്, ഇത് ടീസ്പൂൺ അല്ലാതെ ടേബിൾ സ്പൂണോളം വരും അത്രയും തേങ്ങ ചിരകി വെച്ചത്. കനം കുറച്ച് ചിരകി വെച്ചതാണ് കേട്ടോ. അതായത് ഇങ്ങനെ കട്ടയായിട്ട് വലിയ കഷ്ണങ്ങളൊന്നും അതിൽ വരരുത്, കണ്ടോ, നൈസായിട്ട് ചിരണ്ടി വെച്ചതാണ്. ഇത് നമുക്കൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങ റൈസ് ഉണ്ടാക്കുമ്പോഴല്ലോ ചിലർ തേങ്ങ കൊത്താണ് ഇടുക, പക്ഷേ ഇങ്ങനെ ഇട്ടാലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അത് കാരണം കൊണ്ട് ഞാനിത് ഇടുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ കോക്കനട്ട് റൈസ് തയ്യാറാക്കാനായി നമ്മളിത് ഇങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം വയ്ക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെന്താ വെച്ചാൽ നെയ്യാണ്. കുറച്ച് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കാഷ്നട്ടും അതുപോലെ തന്നെ ഈ നാളികേരം ചുരണ്ടി വെച്ചിട്ടില്ലേ, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കാഷ്നട്ട് നമുക്ക് സാധാരണ പോലെ നമ്മൾ വറുത്തെടുക്കണ പോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഇതാക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ വരുന്ന വരെ വറുത്തെടുക്കാം. അപ്പോൾ കാഷ്നട്ട് പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ, നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി തേങ്ങ നമ്മൾ 3-4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ല കളർ വരണം കേട്ടോ, ചുവന്ന കളർ വരുന്ന വരെ കേട്ടോ, ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം ഉണ്ടല്ലോ, അങ്ങനെ ഈ കളറിൽ, അതായത് ഒരു പുളിയുറുമ്പിൻ്റെ കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കളറിലാണ് വറുത്ത് കോരേണ്ടത്. ഞാൻ അത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വറവുകൾ ചേർത്ത് കൊടുക്കാനാണ്. ഒരുപാട് വറവുകളൊന്നുമില്ല, എന്നാലും 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിടാം. ഈ നെയ്യ് ഉണ്ടല്ലോ വേണ്ടവർക്ക് ഒഴിവാക്കി ഇതിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതായത് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക്, നമുക്ക് നെയ്യിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, അത് കാരണം കൊണ്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് ചൂടായി വന്ന സമയത്ത് 2 കറിയാമ്പൂവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചേർത്ത് കൊടുക്കുക, നന്നായി ഇളക്കി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളിത് മുറിച്ച് വെച്ചിട്ടില്ലേ, ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഉണ്ടല്ലോ വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഇതും കൂടി ആകുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അതിന് കാരണമാണ് അത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവോള ഉണ്ടല്ലോ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ സോഫ്റ്റായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് ഫ്രൈ ആയിട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ആവട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നു കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ റൈസ്, അതായത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബാസ്മതി റൈസ് ഞാൻ പറഞ്ഞല്ലോ, വേണ്ടവർക്ക് കൈമ റൈസ് കയ്യിലുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് പൊട്ടി വരണ വരെ, അതായത് ഒന്ന് പൊട്ടി വരണം,
അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അത് കാരണം കൊണ്ട് ഇതൊന്ന് പൊട്ടി വരണ വരെ നന്നായി ഒന്ന് ഇളക്കി പാകപ്പെടുത്തുക കേട്ടോ. ഒന്ന് മൂത്തങ്ങോട്ട് ഒരു പൊട്ടണ ശബ്ദം വരും, ആ സമയത്തും വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ അരിയൊക്കെ കണ്ടോ പൊട്ടണ ശബ്ദം കേൾക്കാല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പിരിപിരാന്ന് പൊട്ടി വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുറച്ച് നാളികേരം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 സ്പൂണ് നമുക്ക് ഇതിന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 സ്പൂണ്, അതായത് ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം, അതായത് ഇതിലേക്ക് ചോറിലേക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെന്താ ചെയ്യുക, നാളികേരം വറുത്തും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത്, തേങ്ങാപ്പാലിൻ്റെ കണക്ക് പറഞ്ഞല്ലോ, 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ കേട്ടോ, അത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം. ഇതൊക്കെ കുറച്ച് 5-6 മിനിറ്റിലൊക്കെ വെന്ത് കിട്ടും. അത് ഒരുപാട് വെന്ത് ഇതാവണ്ടല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ശരി, ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്നങ്ങോട്ട് ഇതാക്കാം, വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കോക്കനട്ട് റൈസ് ഇതാട്ടോ നന്നായി റെഡിയായി. ഞാനിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക, ഇതിൻ്റെ പെർഫെക്റ്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്താ നമുക്ക് ചേർക്കേണ്ടത്, നമുക്ക് ഈ നാളികേരം വറുത്ത് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ചേർക്കാം. അത് ഡെക്കറേറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്പം ചേർത്ത് കൊടുക്കാം മുകളിൽ. അതിനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് എടുക്കുക. അതുപോലെ തന്നെ കാഷ്നട്ടും കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിടുക. ഇതിൽ നമുക്ക് എന്താ പറയുക, മല്ലിയില അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിന് ഇടണവരും ഇടാം, അത് പക്ഷേ ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വേണ്ടത് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ ഒരുപാട് എന്താ പറയുക, വിളിവിളിയായിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അറിയാലോ ബാസ്മതി റൈസ് എങ്ങനെ വെന്തെടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസും പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കണ പോലെ അത്രയാണ് വേവേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങൾ കുക്കറിൽ വേവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അത് വേവിക്കണവർക്കോ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുക്കറിലൊന്നല്ല, ഈ പാത്രത്തിൽ തന്നെയാണ് പാലൊഴിച്ച് കൊടുത്ത് സ്ലോ ഇതിലിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തു. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ സ്ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതൊരു ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് റൈസ് ഇതാ പെർഫെക്റ്റ് ആയ രീതിയിൽ ഇത് തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് മുകളിൽ കാഷ്നട്ടും കുറച്ച് നമ്മൾ നാളികേരം വറുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട സമയത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് റൈസാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ ഇതാണ് കോളിഫ്ലവർ ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് പോയി കാണാം. മാത്രമല്ല ഇനി നോൺ വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ എന്തൊക്കെ ഫ്രൈ ആണെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇത് വെജിറ്റേറിയൻസിനുള്ളതാണ്. ഇങ്ങനെ കോളിഫ്ലവർ, അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എടുക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ കോളിഫ്ലവർ ബെസ്റ്റ് കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കോക്കനട്ട് റൈസ് തയ്യാറാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കണില്ലല്ലോ. അത് കാരണം എന്തുകൊണ്ട് തന്നെ നാളികേരപ്പാലിൻ്റെ ആ നല്ല ഫ്ലേവറും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.